സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ജൂലൈ 22 ബുധൻ. അനിവാര്യമായും ലക്ഷ്യം കാണേണ്ട പ്രതിഷേധം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ വീഴ്ചകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി തുടങ്ങിവെച്ച പ്രതിഷേധം രൂക്ഷമാവുകയാണ്. ഡൽഹിയിൽ തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ച് പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ ക്രൂരമായി നേരിട്ടെങ്കിലും ഡൽഹിയെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചു. പോലീസിന്റെ ബാരിക്കേഡുകൾ മറികടന്ന് ആദ്യമായി വിദ്യാർത്ഥികൾ പാർലമെന്റിന്റെ കവാടത്തിന് മുന്നിൽ വരെ എത്തി പ്രതിഷേധിച്ചു. ഇന്നലെയുണ്ടായ അതിന്റെ തുടർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ, ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ കൂടി എത്തിച്ചേർന്നതോടെ പ്രതിഷേധം കനത്തു. രാജ്യത്തെ വിവിധ വിദ്യാർത്ഥി സംഘടനകളും അവരുടെ നേതാക്കളും എം.പിമാരും യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള സാമൂഹിക നിരീക്ഷകരും ആക്ടിവിസ്റ്റുകളുമെല്ലാം സമരത്തിലുണ്ട്. സമരക്കാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നുണ്ടെങ്കിലും വിജയിച്ചിട്ടില്ല. 2014 BJP അധികാരത്തിലെത്തിയ ശേഷം വിദ്യാഭ്യാസ രംഗത്ത് 3 പ്രധാന പ്രവണതകളാണ് ശക്തിപ്പെട്ടത്. വിദ്യാഭ്യാസത്തിന്റെ സാമുദായികവൽക്കരണം, വാണിജ്യവൽക്കരണം, കേന്ദ്രീകരണം. ഇതിന്റെ ഫലമായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദുർബലമാവുകയും പരീക്ഷാ സംവിധാനത്തിലും നിയമപ്രക്രിയകളിലും തൊഴിലവസരങ്ങളിലും ഗുരുതര പ്രതിസന്ധി രൂപപ്പെടുകയും ചെയ്തു. ഓരോ പുതിയ പരീക്ഷാ വിവാദവും വിദ്യാഭ്യാസ സംവിധാനത്തോടുള്ള പൊതുജന വിശ്വാസം കൂടുതൽ തകർത്തു. സമാന്തരമായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക പിന്തുണയും കുറഞ്ഞു. അധ്യാപക തസ്തികകൾ ഒഴിഞ്ഞുകിടന്നു. വിദ്യാർത്ഥികളിൽ നിന്ന് ഉയർന്ന ഫീസ് ഈടാക്കാനുള്ള സമ്മർദ്ദം വർദ്ധിച്ചു. ഇതെല്ലാം പൊതുവിദ്യാഭ്യാസത്തിനെ കൂടുതൽ ദുർബലമാക്കി. പരീക്ഷകൾ കൂടുതൽ സുതാര്യവും പ്രൊഫഷണലുമാക്കാനാണ് NTA രൂപവൽക്കരിച്ചതെങ്കിലും ചോദ്യപേപ്പർ ചോർച്ചകൾ, സാങ്കേതിക തകരാറുകൾ, പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നതിലെ ക്രമക്കേടുകൾ, ഭരണപരമായ ആശയക്കുഴപ്പങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് ഇപ്പോൾ NTA നിറഞ്ഞു നിൽക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥികളും സാമൂഹിക പ്രവർത്തകരും കേന്ദ്രമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം തുടങ്ങിയത്. വിദ്യാഭ്യാസം ആശയപരമായ നിയന്ത്രണ ഉപകരണമല്ല, രാഷ്ട്രീയ നിർമ്മാണത്തിൻ്റെയും സാമൂഹിക സമത്വത്തിൻ്റെയും അടിസ്ഥാനമാണ്. അതിനെ സംരക്ഷിക്കാനുള്ള പോരാട്ടമായാണ് ഇപ്പോൾ നടക്കുന്ന സമരത്തെ നാം കാണേണ്ടത്. ജന്തർ മന്ദറിൽ വിദ്യാഭ്യാസ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് നടത്തിയ നിരാഹാര സമരവും അദ്ദേഹത്തെ ബലമായി ആശുപത്രിയിലേക്ക് മാറ്റിയ നടപടിയും പ്രതിഷേധത്തിന് ആക്കം കൂട്ടിയെങ്കിലും ഈ പ്രതിഷേധത്തിന്റെ യഥാർത്ഥ പ്രചോദനം ഒരു സംഘടനയോ വ്യക്തിയോ നിരാഹാരമോ മാത്രമായിരുന്നില്ല. തെരുവിലിറങ്ങിയ യുവാക്കളുടെ ആവശ്യങ്ങൾ അതിനേക്കാൾ വിശാലമാണ്. തകർന്ന വിദ്യാഭ്യാസ സംവിധാനത്തിനെതിരെയുള്ള രോഷമാണ് അവരെ ഒന്നിപ്പിച്ചത്. നീറ്റ് പരീക്ഷ റദ്ദാക്കലും പുനർപരീക്ഷയും രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും കുടുംബങ്ങളുടെയും വിശ്വാസത്തെ തകർത്തു. വർഷങ്ങൾ അധ്വാനിച്ച് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഭരണകൂട വീഴ്ചകളുടെ ഇരയാകേണ്ടി വരുന്ന അവസ്ഥ വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചു. വിദ്യാഭ്യാസ പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും പരസ്പരം ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ജനസംഖ്യയുടെ വലിയ പങ്കും യുവാക്കളായ ഇന്ത്യയിൽ ഈ പ്രതിസന്ധിയെ അവഗണിക്കുന്നത് സാമ്പത്തികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. ഈ സമരത്തിന്റെ പ്രാധാന്യം അതിൻ്റെ ആവശ്യങ്ങളിൽ മാത്രമല്ല, തെരുവിലിറങ്ങിയ ജനങ്ങളുടെ സ്വഭാവത്തിലുമാണ്. രാഷ്ട്രീയം തങ്ങൾക്ക് ബാധകമല്ലെന്ന് വർഷങ്ങളായി കരുതിയിരുന്ന നഗരമധ്യവർഗവും യുവജനങ്ങളും ആദ്യമായി വലിയ തോതിൽ പൊതുസമരത്തിന്റെ ഭാഗമാവുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. അധികാരികളുടെ തീരുമാനങ്ങൾ വിദ്യാഭ്യാസത്തെയും തൊഴിലവസരങ്ങളെയും ഇന്ധനവിലയെയും നികുതിയെയും ആരോഗ്യത്തെയും ജീവിത ചെലവിനെയും നേരിട്ട് ബാധിക്കുമ്പോൾ രാഷ്ട്രീയം ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരെയും അത് പിന്തുടരും. ഇത് സമഗ്രമായ സാമൂഹിക നീതിബോധത്തിന്റെ തെളിവാണെന്ന് പറയാൻ ഇനിയും സമയമായിട്ടില്ല. എങ്കിലും ഒരു ജനാധിപത്യത്തിൽ രാഷ്ട്രീയ ബോധത്തിന്റെ തുടക്കം ഇവിടെ നിന്നാണെന്നതിനേക്കാൾ അത് ഏത് ദിശയിലേക്കാണ് വളരുന്നതെന്നതാണ് കൂടുതൽ പ്രധാനം. ഈ സമരം ഉടൻ ഭരണകൂടത്തെ മാറ്റുമെന്നോ നയപരമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നോ ഉറപ്പില്ല. എന്നാൽ അതുകൊണ്ട് സമരത്തിന്റെ പ്രാധാന്യം കുറയുന്നില്ല. ജനാധിപത്യത്തിൽ എല്ലാ വലിയ മാറ്റങ്ങളും ചെറിയ ചോദ്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മൗനം പാലിച്ചിരുന്നവർ സംസാരിക്കാൻ തുടങ്ങുകയും കാഴ്ചക്കാരായിരുന്നവർ പങ്കാളികളാവുകയും ചെയ്യുന്ന നിമിഷങ്ങൾ സമൂഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവുകളാകാറുണ്ട്. രാജ്യത്തെ പൗരർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശവും ഭരണഘടന നൽകുന്നുണ്ട്. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ മാത്രം ജനങ്ങളുടെ ശബ്ദം കേട്ടാൽ പോരാ. തിരഞ്ഞെടുപ്പിന് ശേഷവും
ജനങ്ങൾക്ക് ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനും ആവശ്യങ്ങൾ ഉന്നയിക്കാനും അവകാശമുണ്ട്. പ്രതിഷേധക്കാർ പാർലമെന്റിലേക്കാണ് മാർച്ച് നടത്താൻ ശ്രമിച്ചത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും ഉയർന്ന ജനാധിപത്യ വേദിയാണ് പാർലമെന്റ്. അതുകൊണ്ട് ജന്തർ മന്ദറിൽ ഉയർന്ന പ്രശ്നങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. യുവജനങ്ങളുടെ ആശങ്കകൾ ആത്മാർത്ഥമായി കേൾക്കുകയും പരീക്ഷാ സംവിധാനത്തിൽ സുതാര്യവും വിശ്വാസ്യതയുള്ള പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. അതുവരെ ഈ സമരം തുടരണം. ജനാധിപത്യത്തിന്റെ ശക്തി പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിലല്ല, കേട്ട് പരിഹാരം കണ്ടെത്തുന്നതിലാണെന്ന് ഭരണകൂടം തിരിച്ചറിഞ്ഞേ പറ്റൂ.